പാരച്യൂട്ടിനെ കുറിച്ചിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്. പാരച്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയും ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഒരു പാരച്യൂട്ടിൽ അതായത് ഇത് റിഗാണ്. ഒരു ഫുൾ പാരച്യൂട്ടിൽ 2 എണ്ണം ഉണ്ടാവും ഒരു ബാഗിൻ്റെ ഉള്ളിൽ. അതായത് ഇത് മെയിൻ കനോപ്പി, അതായത് നമ്മൾ ആകാശത്ത് നിന്നിട്ട് ഈ ഒരു ബോൾ കണ്ടു, ഈ ബോളിൽ പുള്ള് ചെയ്തിട്ട് നമ്മൾ തുറന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാരച്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കനോപ്പി എന്ന് പറയും. അതാണ് ഈ മെയിൻ പാരച്യൂട്ട്. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമതൊരു കനോപ്പി ഉണ്ട്, അതാണ് റിസർവ് എന്ന് പറയും. നമ്മുടെ വണ്ടിയുടെ പോലെ തന്നെ എല്ലാത്തിൻ്റെ പോലെ തന്നെ ഒന്നിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അടുത്ത് ഉപയോഗിക്കാനുള്ളതാണുള്ള റിസർവ്. അത് ഈ സാധനത്തിന് ഈ ഫസ്റ്റ് കനോപ്പിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റി, അതായത് ബോധം പോവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആകാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ട്, AAD എന്ന് പറയും, ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ ഡിവൈസ് എന്നാണ് എൻ്റെ പേര്. ഈ ഡിവൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഈ റിസർവ് കനോപ്പി പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. അതുകൊണ്ട് ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് നമ്മുടെ അടുത്തുള്ളത്.